ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സദ്ഗുരുഭ്യോ നമഃ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഉജ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് ജീവൻ പോകുന്നു. അതാണ് ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാന്വിതം. ഉത്ക്രാമന്തം ശരീരം വിട്ട് വേറെ ശരീരത്തിലേക്ക് പോകുന്ന ജീവൻ. പിന്നെ സ്ഥിതം വാപി ഒരു ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവൻ. അങ്ങനെ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ അനുഭവങ്ങൾ ഒക്കെ നേടുന്നതായ ഗുണങ്ങളുടെ സഹായത്തോടു കൂടിയിട്ട് ഈ പ്രപഞ്ചത്തിലെ അനുഭവങ്ങൾ നേടുന്നതായ അവസ്ഥയിലുള്ള ജീവൻ. ഗുണങ്ങൾ പറഞ്ഞാൽ സത്വം, രജസ്, തമസ്. ഈ പ്രപഞ്ചത്തിലെ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് അവരവരുടെ ഗുണഘടന അനുസരിച്ചാണ്. സാത്വിക പ്രകൃതികൾക്ക് ഈ പ്രപഞ്ചത്തിൽ നന്മയും സുഖവും ശാന്തിയും ഒക്കെയാണ് അനുഭവപ്പെടുക. അതേ സ്ഥാനത്ത് രാജപ്രകൃതികൾക്ക് അതിനനുസരിച്ചുള്ളതായ കാമകലുഷമായ അനുഭവങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടാവും. താമസ പ്രകൃതികൾക്ക് അതേ പ്രകാരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു ഭാവത്തിലായിരിക്കും പ്രപഞ്ചം അനുഭവപ്പെടുക. അതാണ് ഗുണാന്വിതമായിട്ട് ഗുണങ്ങളോട് ബന്ധപ്പെട്ടിട്ട് ഈ ലോകത്തെ ജീവന്മാര് ഭുജിക്കുന്നു. ഇങ്ങനെയുള്ള ജീവന്മാരെ, അതായത് ശരീരത്തിലിരുന്നു കൊണ്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ജീവന്മാരെയും ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ജീവന്മാരെയും ആർക്ക് കാണാൻ പറ്റും? അതാണ് സംശയം. വിമൂഢാനാനുപശ്യന്തി. സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ട് ചിത്തം തെളിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് കാണാൻ കഴിയില്ല. ഈ ജീവന്മാരെ കാണണമെന്നുണ്ടെങ്കിൽ സാധനാനുഷ്ഠാനത്താൽ ചിത്തം നല്ലവണ്ണം തെളിഞ്ഞിരിക്കണം. അല്ലാതുള്ളവർക്ക്, വിമൂഢന്മാരായിട്ടുള്ള ആളുകൾക്ക് ജീവന്മാരെ, ശരീരത്തിൽ ഇരിക്കുന്ന ജീവന്മാരെയും അതേപോലെ ശരീരം വിട്ടുപോകുന്ന ജീവന്മാരെയും ഒന്നും കാണാനായിട്ട് അറിയാനായിട്ട് സാധ്യമല്ല. തപസ്സുകൊണ്ട് ചിത്തശുദ്ധി കൈവരിച്ച ഋഷിവര്യന്മാർ വേറൊരാളിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ആ ആളിന്റെ പ്രത്യേകത, ആ ജീവന്റെ പ്രത്യേകത, ആ ജീവന്റെ സ്വഭാവം, ആ ജീവന്റെ കർമ്മവാസനകൾ, ആ ജീവൻ മുജ്ജന്മങ്ങളിൽ എന്തെന്നൊക്കെ ചെയ്തു. സകല ജന്മങ്ങളും അവർക്ക് പ്രത്യക്ഷമാണ്. അതിന് വരാനിരിക്കുന്ന ജന്മങ്ങളിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ ആണ് തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഇതെല്ലാം സാത്വിക പ്രകൃതികളായിട്ട് ജ്ഞാനനിഷ്ഠ നേടിയിട്ടുള്ള ഋഷിവര്യന്മാർക്ക് അറിയാൻ പറ്റും. അല്ലാതുള്ള ആളുകൾക്ക്, വിമൂഢന്മാരായിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് വേറൊരു ജീവനുണ്ട് ഒരു വ്യക്തിക്ക് എന്ന് മനസ്സിലാക്കാമെന്നുള്ളതല്ലാതെ ആ ജീവന്റെ കർമ്മവാസനകളോ മുജ്ജന്മങ്ങളിലെ അവരുടെ കർമ്മങ്ങളോ ഈ ജന്മത്തിൽ എന്തൊക്കെ അവരിനി ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതോ വരാനിരിക്കുന്ന ജന്മങ്ങളുടെ പ്രത്യേകതകളോ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. മഹാഭാരതത്തിനകത്ത് എത്രയോ സന്ദർഭങ്ങളുണ്ട്.
നേരത്തെ നിയോഗത്തിന്റെ കാര്യം പറഞ്ഞു. സത്യവതി വ്യാസനെ നിയോഗിച്ചു അംബികയുടെ അടുത്തേക്ക്. വ്യാസൻ സത്യവതിയോട് വന്ന് പറഞ്ഞത്, വളരെ ബുദ്ധിമാനും ശക്തനും അതേപോലെ തന്നെ ആജ്ഞാശേഷിയുള്ളവനും ഒക്കെ ആയിട്ടുള്ളൊരു മകനുണ്ടാകും, അന്ധനായിരിക്കും. വ്യാസൻ അപ്പോഴും പറയുന്നതാണ്, നിയോഗിച്ച അന്ന് ആ നിമിഷം പറയുന്നതാണ്. കാരണം ഏത് തരത്തിലുള്ള ഏത് സ്വഭാവത്തിലുള്ള ജീവനാണ് അംബികയിൽ പ്രവേശിച്ചത് എന്ന് വ്യാസൻ മനസ്സിലാക്കി കഴിഞ്ഞു. ജീവനെ അവർക്ക് കാണാം, ആ ജീവൻ സമാവാസന. അതുകൊണ്ട് ആ ജീവനിൽ കൂടി ഇനി സംഭവിക്കാൻ പോകുന്നത് അത് കണ്ടു. ഇത്തരം കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അംബികയും അംബാലികയും ഒരു വർഷത്തിലേറെ കാലം താൻ പറയുന്ന വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നൊക്കെ നേരത്തെ വ്യാസം പറഞ്ഞിരുന്നു. പക്ഷേ കാലം താമസിക്കാൻ പറ്റില്ല എന്ന സത്യവതിക്ക് നിർബന്ധം ഉണ്ടായത് കൊണ്ട് അപ്പൊ തന്നെ നിയോഗം. അപ്പൊ വ്യാസൻ പറഞ്ഞു അതിൻ്റെതായ ദോഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. പക്ഷെ സത്യവതി നിർബന്ധിച്ചു. കാരണം രാജകുടുംബമാണ്, അവകാശികൾ ഇല്ലാതെ വന്നാൽ കുഴപ്പമാണ്, കാലതാമസം വരാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പൊ തന്നെ നിയോഗം. വ്യാസൻ എന്ന് പറഞ്ഞ് അതിൻ്റെതായ കുഴപ്പം ബാധിച്ചിരിക്കുന്നു. വന്ന് അവിടെ പെട്ടിരിക്കുന്ന ജീവൻ ഈ പ്രകാരത്തിലുള്ളതാണ്. ശരീരത്തിന് മാത്രമല്ല അന്ത്യം, ആ അന്ത്യം മനസ്സിൻ്റെതാണ്, സൂക്ഷ്മ ശരീരത്തിൻ്റെതാണ്. അത് സ്ഥൂല ശരീരത്തിലൂടെ, സ്ഥൂല ശരീരത്തിലുള്ള കണ്ണ് സൂക്ഷ്മ ശരീരത്തിലെ കണ്ണിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ കണ്ണും മൂക്കും നാക്കും തൊക്കും ചെവിയൊക്കെ സൂക്ഷ്മ ശരീരത്തിലാണ്. അതിന് വെളിയിൽ സ്ഥൂല ജഗത്തിൽ പ്രവർത്തിക്കാനുള്ള ഉപകരണമാണ് ഈ കണ്ണും ഈ മൂക്കും ഈ നാക്കും ഈ ത്വക്കും ഈ ചെവിയും ഒക്കെ. അതുപോലെ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നുള്ളത് 5 കർമ്മേന്ദ്രിയങ്ങൾ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്. അതിന് സ്ഥൂല ജഗത്തിൽ പ്രവർത്തിക്കാനുള്ള ഉപകരണമാണ് സ്ഥൂല ശരീരത്തിലെ വാഗേന്ദ്രിയവും പാണിയും പാദവും ഒക്കെ. അപ്പോ ഈ ജീവൻ അംബികയിൽ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. കഥ വ്യാസൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഗീതാശാസ്ത്രം എത്രമാത്രം വ്യക്തമായി തിരിച്ചറിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ആ ജീവൻ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. ആ ജീവന്റെ കർമ്മഗതി കൃത്യമായി വ്യാസൻ കണ്ടറിഞ്ഞു. അതാണ് സത്യവതിയോട് പറഞ്ഞത്. അപ്പൊ സത്യവതിക്ക് ദുഃഖമായി. വീണ്ടും നിയോഗിച്ചു അംബാലികയുടെ സമീപത്തേക്ക്. വ്യാസൻ തിരിച്ചു വന്ന് പറഞ്ഞു, വളരെ കഴിവുള്ള, ബുദ്ധിമാനായിട്ടുള്ള, ധാർമ്മികനായിട്ടുള്ള ഒരു രാജകുമാരനെ കിട്ടും, പക്ഷെ അവൻ പാണ്ഡുരോഗിയായിരിക്കും. കുഞ്ഞ് ജനിച്ചിട്ട് പറയുന്നതല്ല ഇതൊന്നും. ആ നിമിഷം വന്ന് വ്യാസം പറയുന്ന മറുപടിയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 വർഷം കഴിഞ്ഞിട്ട് അംബികയുടെ സമീപത്തേക്ക് വീണ്ടും നിയോഗിച്ചു. കാരണം ഈ 2 കുഞ്ഞുങ്ങളും വ്യാസം പറഞ്ഞതുപോലെ തന്നെ ആയിക്കഴിഞ്ഞു. അപ്പോഴ് അംബിക എന്ത് ചെയ്തു വെച്ചാൽ ഒരു ദാസിയെ ഏർപ്പെടുത്തി. വ്യാസൻ വന്ന് സത്യവതിയോട് പറഞ്ഞു, ആ കുഞ്ഞ് ബുദ്ധിമാനായിരിക്കും, തപസ് ചെയ്യുന്നവനായിരിക്കും, ജ്ഞാനിയായിരിക്കും, ഈ രാജ്യത്തിന് ഒരു അനുഗ്രഹമായിരിക്കും. അതാണ് ഇതിന്. ദാസിയാണ് അമ്മ, അതും വ്യാസൻ പറഞ്ഞു. കാരണം ആ ജീവനെ കാണുന്നു. കുട്ടിയെ കണ്ടില്ല, കുഞ്ഞിനെ കണ്ടില്ല, കുഞ്ഞ് ജനിച്ചില്ല, ജീവനെ കാണുന്നു. നിയോഗം മാത്രമേ ഉള്ളൂ. ആ ജീവനെ കാണുന്നു. അതാണ് ജ്ഞാനികളായിട്ടുള്ള ആളുകൾ ഒരു മനുഷ്യനെ കണ്ടാൽ ആ ശരീരത്തെ കാണാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. അയാളുടെ വാക്കും അയാളുടെ പ്രവൃത്തിയും വെച്ചിട്ട് അയാളുടെ സ്വഭാവം ഏതാണ്ട് ഈ പ്രകാരത്തിലായിരിക്കും എന്നൊക്കെ നമ്മൾ ചില ആളുകളൊക്കെ ഊഹിക്കും. ശരിയായിക്കൊള്ളണമെന്നില്ല. ജ്ഞാനികൾ ഒരാളിനെ കണ്ടാൽ മതി, അവർക്കറിയാം ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ജീവന്റെ സ്വഭാവം, അതിന്റെ കഴിഞ്ഞ ജന്മങ്ങൾ, അതിൽ നേടിവെച്ചിരിക്കുന്നതായ വാസനകൾ, ഇനി വരാൻ പോകുന്നത് അവർക്കറിയാം. ഇത്തരം സംഭവങ്ങള് ഋഷിമാരുടെ കൂടെ നടക്കുമ്പോഴേക്കും ധാരാളം കാണാൻ കഴിയും. അങ്ങനെയുള്ള ഋഷിമാരുടെ കൂടെ നടക്കുമ്പോഴാണ് നമുക്ക് ഈ കാരികകളുടെ, ഈ ശ്ലോകങ്ങളുടെ അല്ലെങ്കിൽ ഈ മന്ത്രങ്ങളുടെ വിപുലമായ അർത്ഥം നമുക്ക് മനസ്സിലാവുക. മഹാഭാരതത്തില് ഇതിന് അനേകം ദൃഷ്ടാന്തങ്ങൾ, ഉദാഹരണങ്ങളുണ്ട്. വ്യാസൻ പറഞ്ഞിരിക്കുന്ന ഈ സിദ്ധാന്തത്തെ നമ്മുടെ മുന്നിൽ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്ന അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതാണ് ഈ ജീവനെ തപസ്സിന്റെ ബലമില്ലാത്ത ആളുകൾ,
മനസ്സ് തെളിഞ്ഞിട്ടില്ലാത്ത ആളുകൾ, സാത്വിക പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ലാത്ത ആളുകൾ, ആ പ്രപഞ്ചമാകുന്ന അശുദ്ധത്തെ ഛേദിക്കാനുള്ള യോഗ്യതയുടെ അടുത്തെത്തിയിട്ടില്ലാത്ത ആളുകൾ, അവരെ കാണുന്നില്ല, ജീവനെ കാണുന്നില്ല. എന്നാൽ ആരാണോ ഈ പ്രപഞ്ചത്തെ ഛേദിച്ച് അപ്പുറത്തേക്ക് കടന്നത്, അവര് കാണുന്നു. അതേപോലെ തന്നെ ആ പ്രപഞ്ചത്തെ ഛേദിക്കാനുള്ള യോഗ്യത എത്തി നിൽക്കുന്നത് അങ്ങനെയുള്ള മഹാതപസ്വികളും കാണുന്നു എന്ന് വ്യാസൻ പറഞ്ഞു. ജീവനെ കാണാം, അറിയാം, മനസ്സിലാക്കാം. യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം. യോഗിമാര് ഏനം ഇവനെ, ഈ ജീവനെ, പശ്യന്തി കാണുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. എന്നാ അവര് അതിനു വേണ്ടിയിട്ട്, ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് യതന്തഃ പ്രവർത്തിക്കുന്നവരാണ്, തപസ്സനുഷ്ഠിക്കുന്നവരാണ്. ആ തപോബലം കൊണ്ട്, ചിത്തം തെളിഞ്ഞതുകൊണ്ട് അവര് ഈ ജീവനെ കാണുന്നു. എന്നാൽ യതന്തോപി അകൃതാത്മാനോ, തപസ് ചെയ്യുന്ന ആളുകളാണ്, പക്ഷേ അത് ഉറച്ചിട്ടില്ല, അനുഭവം ഉറച്ചിട്ടില്ല, സാത്വികഗുണം തെളിഞ്ഞിട്ടില്ല. പല അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ മനസ്സ് അവിടെ ഉറച്ചു നിൽക്കുന്നില്ല, ആ പരമാത്മാവില്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നൈനം പശ്യന്തി, അവര് ജീവനെ കാണുന്നില്ല, അവർക്ക് ജീവനെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ അചേതസ, അവര് ജഡബുദ്ധികളാണ്, അവരുടെ ബുദ്ധി തെളിഞ്ഞിട്ടില്ല. ആ ബുദ്ധിയിൽ ഇപ്പോഴും തമസും അതേപോലെ തന്നെ രജസ്സുമാണ്. അത് മാറണം, അത് മാറിയിട്ട് സാത്വിക ഗുണം നിറയണം, അപ്പോഴേ തപസ്സുറയ്ക്കൂ. അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ ഈ ജീവന്മാര് അവർക്ക് കാണാൻ കഴിയും.